ഹലോ നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് വലിയൊരു ഫുഡിൻ്റെ മെനു തന്നെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ വെജിറ്റബിൾ ബിരിയാണി കൊടുക്കണം, ഫ്രൈഡ് റൈസ് കൊടുക്കണം, റാഗി കൊണ്ട് കൊഴുക്കട്ടയും പായസമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് കേട്ടപ്പോൾ തോന്നി ഇനി ഒരുപാട് ഫണ്ടൊക്കെ അതിൻ്റെ പേരിൽ പാസ്സാക്കുമല്ലോ, കുഞ്ഞുങ്ങൾക്ക് നല്ല ആഹാരം കൊടുക്കുമല്ലോ എന്ന് കരുതി. എന്നാൽ ഇത് ഇന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് അത്തരം ആഹാരം കൊടുക്കണമെങ്കിൽ അതിനുള്ള ഫണ്ട് നമ്മുടെ സ്കൂളിലെ പ്രഥമ അധ്യാപകരുടെ കയ്യിൽ നിന്ന് ശമ്പളത്തിൽ നിന്ന് എടുക്കണമെന്ന്. സത്യത്തിൽ ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ, എവിടെ ചിന്തിച്ചിട്ടാണ് ഈ ഒരു തീരുമാനം പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. അല്ല, ഈ അധ്യാപകരെന്ന് പറയുന്നത് സർക്കാർ ഒരു സ്കൂൾ കാണിച്ചു കൊടുത്തിട്ട് അവിടെ പോയി നീ പഠിപ്പിച്ചോ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവിട്ട ആൾക്കാരൊന്നും അല്ലല്ലോ. അവരുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷയ്ക്ക് എഴുതി പാസ്സായിട്ട് അധ്യാപന ജീവിതത്തിലേക്ക് എത്തിയ ആൾക്കാരാണ്. ചില അധ്യാപകർ ഈ ഒരു മാസം കിട്ടുന്ന ശമ്പളം കൊണ്ട് ചിലപ്പോൾ അവരുടെ കുടുംബത്തിൽ ചിലവുകൾ പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത എത്രയോ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള അവരുടെ ശമ്പളത്തിൽ നിന്ന് സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഉച്ചഭക്ഷണം കൂടി കൊടുക്കണം എന്ന് പറയുന്നത് വലിയ കഷ്ടമുള്ള കാര്യം തന്നെയാണ് കേട്ടോ. നിങ്ങളൊന്നും കൊടുക്കണ്ട, കുഞ്ഞുങ്ങൾക്ക് പണ്ടേത്തതുപോലെ ഇച്ചിരി കഞ്ഞിയും കുറച്ച് ചെറുപയർ പുഴുക്കൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങ് കൊടുത്തേക്ക്. അത് കുറച്ച് പുഴുവോ കുത്തനൊന്നും ഇല്ലാതെ നല്ല അരി വെച്ചങ്ങ് കൊടുത്താൽ മാത്രം മതിയിടൂ. അല്ലാണ്ട് വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. ഇത് ഒരുമാതിരി കുഞ്ഞുങ്ങളെ കഞ്ഞുകൂടി മുട്ടിക്കുന്ന ഇമാതിരി പഠിപ്പുണ്ടല്ലോ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തേക്കേട്ടോ.